എൻ്റെ ഹോം സ്റ്റേയിൽ ഗസ്റ്റിന് ചെയ്യാൻ ആക്ടിവിറ്റി ഒന്നുമില്ല എന്ന് പറയുന്ന ഹോം സ്റ്റേ ഓണറാണോ നിങ്ങൾ? ഒരു കാര്യം പറയട്ടെ, ആക്ടിവിറ്റി ഉണ്ടാക്കാൻ സ്വിമ്മിംഗ് പൂൾ വേണമെന്നില്ല, അഡ്വഞ്ചർ പാർക്ക് വേണമെന്നില്ല, വലിയ പൈസ മുടക്കുകയും വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു ചെറിയ തോട്ടമുണ്ടോ? ഗസ്റ്റിന് രാവിലെ 20 മിനിറ്റ് അവിടെ നടക്കാൻ കൊണ്ടുപോകാം. കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഏലം, കാപ്പി, കൊക്കോ എന്താണെങ്കിലും അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്ത റബ്ബർ തോട്ടമുണ്ടെങ്കിൽ ടാപ്പിംഗ് എങ്ങനെയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കാം. പാടമുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ വാക്ക്. മീൻ പിടിക്കുന്ന സ്ഥലമാണെങ്കിൽ നാട്ടുകാരനുമായി ചേർന്ന് ഫിഷിംഗ് എക്സ്പീരിയൻസ്. വീട്ടിൽ നല്ല കേരള ഫുഡ് ഉണ്ടാക്കുന്ന ആളുണ്ടെങ്കിൽ ഗസ്റ്റിനെ അടുക്കളയിൽ കൂടെ കൂട്ടി ഒരു ചെറിയ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കിതെല്ലാം സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് തോന്നാം. അതിലും നല്ല കാര്യം എന്താണെന്നറിയാമോ? എല്ലാ ആക്ടിവിറ്റിയും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതില്ല എന്നതാണ്. അടുത്ത വീട്ടിലെ ഫാർമറിനെ കൂട്ടാം, മീൻ പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ കൂട്ടാം, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയെ കൂട്ടാം, ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ആളെ കൂട്ടാം. ഗസ്റ്റിനൊരു നല്ല എക്സ്പീരിയൻസ് അവിടെ കിട്ടും. നാട്ടിലുള്ള ഒരാൾക്കും ചെറിയൊരു വരുമാനവും കിട്ടും. നിങ്ങളുടെ ഹോം സ്റ്റേക്കും ഒരു പ്രത്യേകത വരികയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഹോം സ്റ്റേയിൽ എന്ത് ആക്ടിവിറ്റി ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹോം സ്റ്റേയുടെ ചുറ്റും എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ ചുറ്റും എന്താണുള്ളത്? തോട്ടം, അല്ലെങ്കിൽ പാടം, കുളം, കാട്, ഫാം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അതിനെ ഗസ്റ്റ് ആക്ടിവിറ്റി ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളോട് പറയാം.